കണ്ണൂർ പിണറായിയിൽ SDPI സദാചാര ഗുണ്ടായിസത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത യുവതിയുടെ ആൺസുഹൃത്ത് പോലീസിന് മുമ്പാകെ ഹാജരായി. ഇയാളിൽ നിന്നുള്ള മൊഴിയെടുപ്പ് തുടരുന്നു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ആണ് ഇത്തരത്തിലുള്ള ഒരു സദാചാര ഗുണ്ടായിസം നടന്നിട്ടുള്ളത്. അതേ തുടർന്നാണ് ഒരു യുവതി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട ആൺ സുഹൃത്തിനെ ഇപ്പോൾ പോലീസിന് മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാന സാക്ഷി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രധാന ഇര എന്ന് പറയുന്നത് ഈ ഒരു ആൺസുഹൃത്താണ്. ഈ യുവതിയോടൊപ്പം അന്നേ ദിവസം ഉണ്ടായ വ്യക്തിയാണ്. അയാളാണ് ഈ മർദ്ദനത്തിന് ഇരയായതും SDPIയുടെ സദാചാര ഗുണ്ടായസത്തിന്റെ ഭാഗമായി മർദ്ദനമേൽക്കുകയും ചെയ്ത വ്യക്തി. അന്നേ ദിവസം എന്താണ് ചെയ്തത് എന്ന് നേരിട്ട് അറിയാവുന്ന ഈ യുവതി കഴിഞ്ഞാൽ അറിയുന്ന ഒരാൾ ഇയാളാണ് ഇതിൽ പ്രധാനപ്പെട്ട ഇര. അതുകൊണ്ട് തന്നെ ഈ യുവതി ആത്മഹത്യ ചെയ്ത ഉടനെ തന്നെ അതായത് ഇയാൾ ആൺസുഹൃത്തായ റഹീസ് എന്ന മയിൽ സ്വദേശിയുടെ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചത്. എന്നാൽ ആദ്യം 2 ദിവസമായി ഇയാൾ ഒളിവിലാണ് എന്നൊരു വിവരമാണ് ആദ്യം തൊട്ടേ ലഭിച്ചിരുന്നത്. ഇതിനിടെ ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം പോലീസും ആരംഭിച്ചിരുന്നു. ഇതിനിടയിലാണ് ഇന്നിപ്പോൾ രാവിലെ പിണറായി പോലീസ് സ്റ്റേഷനിൽ ഇയാൾ ഹാജരായത്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഈ റഹീസിന്റെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സദാചാര ഗുണ്ടായിസവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചോദിച്ചറിയാൻ തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഈ മൊഴിയെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതാണ്ട് 5 മണിക്കൂറോളം ഇയാളെ തടഞ്ഞു വെച്ച് വിചാരണ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. SDPI പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആത്മഹത്യ ചെയ്ത റസീനയുടെ ആത്മഹത്യാ കുറിപ്പിൽ ഉൾപ്പെടെ ഈ ഒരു കാര്യം കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 3 SDPI പ്രവർത്തകരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ട് എന്നൊരു വിവരമാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത് ഈ റഹീസിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമായിരിക്കും ഇനിയും എത്ര പ്രതികൾ ഈ കേസിൽ ഉണ്ട് എന്ന കാര്യത്തെ സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇയാൾ ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മൊഴി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഇയാൾ നൽകുന്ന മൊഴി അടിസ്ഥാനമായിട്ടായിരിക്കും ഈ കേസിന്റെ അന്വേഷണം വേണ്ടി കൂടുതൽ മുന്നോട്ട് പോവുക. കേസിലെ നിർണായക തെളിവുകൾ നൽകാനുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ യുവതിയുടെ ആൺസുഹൃത്തായ റഹീസ്. ഏതായാലും മൊഴി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എത്ര സമയം നീണ്ടു നിൽക്കുമെന്ന കാര്യത്തിൽ ഇനിയും ഒരു അവ്യക്തതയുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ, അതായത് തലശ്ശേരി ACPക്കാണ് ഈ കേസിന്റെ പ്രത്യേക അന്വേഷണ ചുമതല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇയാളുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിനോദ്, കണ്ണൂർ പിണറായിയിലാണ് SDPI സദാചാര ഗുണ്ടായിസത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത യുവതിയുടെ ആൺസുഹൃത്ത് പിണറായി പോലീസ് സ്റ്റേഷന് മുമ്പാകെ ഹാജരായിട്ടുള്ളത്. ഇയാളിൽ നിന്നുള്ള മൊഴിയെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള.